അത് കാരണം ഞാൻ അത്രയും വേദന അനുഭവിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ. ഒറ്റപ്പെട്ടിട്ടുണ്ട്. സോറി. ഞങ്ങൾ അപ്പുറത്തെ റൂമിലേക്ക് ചേട്ടൻ റൂമിൽ കട 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 സൗണ്ട് കേൾക്കും. ചേട്ടൻ ഈ ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ബ്രേക്ക് ഡാൻസിന് അങ്ങനെ പ്രത്യേകിച്ച് മാസ്റ്റർ ഒന്നുമില്ലല്ലോ എളിയ. ബ്രേക്ക് ഡാൻസിന് അങ്ങനെ പ്രത്യേകിച്ച് മാസ്റ്റർ ഒന്നുമില്ലല്ലോ എളിയ. അതിൻ്റെ അകത്ത് എൻ്റെ പ്രണയം എനിക്ക് അങ്ങനെ ഒരു മുഴുവനായിട്ട് അങ്ങോട്ട് പൂർത്തിയാവാത്തൊരു പ്രണയം പോലെ. എന്റെ സീനൊക്കെ അവൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ആ റൊമാൻസ് സീനൊക്കെ അവൻ ജീവിച്ച്. Excuse me guys, I'm talking. മലയാള സിനിമയ്ക്ക് ഭാവിയിൽ പരീക്ഷിക്കാൻ നല്ല കുറച്ച് അസാധ്യ നടന്മാരെ കിട്ടിയിട്ടുണ്ട്. മൂൺ വാക്ക് സിനിമ തിയേറ്ററിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് മൂൺ വാക്കിലെ പിള്ളേരാണ്. സ്വാഗതം. എങ്ങനെയുണ്ട് മൂൺ വാക്ക് സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള റെസ്പോൺസ്? ആദ്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ചിലരെങ്കിലും. എങ്ങനെയുണ്ട് ആദ്യത്തെ അനുഭവം? തിയേറ്ററിക്കൽ വിസിറ്റ്സ് ഒക്കെ നമ്മളിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഓഡിയൻസ് കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ നമ്മളിട്ട എഫേർട്സിനൊക്കെ റിസൾട്ട്സ് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ റിലീസിൻ്റെ അന്ന് ഇവിടെ ഇല്ലായിരുന്നു, ഒരു ചെറിയ വിഷമമുണ്ടായി. ഞാൻ വേറൊരു ഷൂട്ടിലായിരുന്നു, ചെന്നൈയിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് ഓഡിയൻസ് എങ്ങനെ അത് റിസീവ് ചെയ്തു, എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊക്കെ. പൊളിക്കാൻ അടിപൊളിയാണ്. ഇപ്പൊ ശരിക്കും ഒരു സെലിബ്രേഷൻ മൂഡിലല്ലേ ഉള്ളത്? പടത്തിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആളുകൾ കൂടുതൽ നല്ല അഭിപ്രായങ്ങളുമായിട്ട് വന്നു തുടങ്ങിയത്. സ്റ്റാർ കാസ്റ്റ് ഇല്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പടത്തിന്റെ ഒരു തുടക്ക സ്റ്റേജിൽ ഓടാനുള്ള ഒരു കുറവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ശരിക്കും അതിന്റെ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? യഥാർത്ഥ പേരെന്ന് പറയോ? എൻ്റെ പേര് സിബി. ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ വന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ആൾക്കാർ ഇനിയും കാണാത്തവരുണ്ട് എന്നാണ്, ഇനിയും കാണണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു ഒരു ഒരു പുതുമുഖങ്ങളുടെ മാത്രം അല്ലെങ്കിൽ ഒരു ഡാൻസ് മൂവി എന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു നല്ലൊരു സിനിമയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എല്ലാവരെയും? എൻ്റെ പേര് പ്രേം എന്നാണ്. ഞാൻ ഇതിൽ സുദീപ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തത്. ട്രിവാൻഡ്രത്ത് നിന്നാണ് പറഞ്ഞത്. പ്രൊഫഷണലി ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്. ഓക്കെ. എൻ്റെ പേര് മനോജ് മോസസ് എന്നാണ്. മനോജിനെ നമ്മൾ ഓൾറെഡി വാല്യുബിൽ കണ്ടിട്ടുള്ളതാണ്. താങ്ക് യു. ഞാനും ട്രിവാൻഡ്രത്തുള്ളതാണ്. ഇതിൽ ഞാൻ കരാട്ട ഷാജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഞാൻ ഷിബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. നാട്ടിൽ കണ്ണൂരാണ്, ഇരിട്ടി എന്നൊരു സ്ഥലത്താണ്. പക്ഷേ ഞങ്ങൾ ഫാമിലിയായിട്ട് ഈറോഡ് എന്ന് പറയും, അവിടെ സെറ്റിൽഡാണ്. പക്ഷെ ഞാനിപ്പോൾ ചെന്നൈയിലാണ്. എൻ്റെ പേര് ഋഷി എന്നാണ്. ഞാനിതിൽ വരുൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ പേര് അനുനാഥ് എന്നാണ്. ഞാൻ ഇതിൽ ജയിക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. ഞാൻ ബേസിക്കലി ഡാൻസർ ഒന്നുമല്ല, ഇതിൽ ആക്ടിങ്ങിൻ്റെ ഇതിൽ കാസ്റ്റിംഗ് കോളിൽ കിട്ടിയിട്ട് സെലക്ട് ആയതാണ്. എൻ്റെ പേര് മാരി സുനി എന്നാണ്. സ്ഥലം ട്രിവാൻഡ്രം. ഇതിനകത്ത് മിന്നൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് അപ്പുവാശ്ശേരി എന്നാണ്. ഞാനിതിൽ അനിക്കുട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ട്രിവാൻഡ്രം. എൻ്റെ പേര് അരുൺ. ഞാൻ ബേസിക്കലി ബാംഗ്ലൂരാണ്. എൻ്റെ ഫാമിലിയൊക്കെ സെറ്റിൽ ബാംഗ്ലൂരാണ്. ശരിക്കും ട്രിവാൻഡ്രം വെറ്റ് റോഡ് കഴക്കൂട്ടം. ഇതിൽ സാൻഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണ്ണാടി വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, പുള്ളിക്ക് ജാടയെന്ന് വിചാരിക്കരുത്. രാവിലെ കുളിച്ചപ്പോൾ പുള്ളി ടവലിൽ ഒരു ഉറുമ്പുണ്ടായിരുന്നു. ആ ഉറുമ്പ് കണ്ണിൽ കടിച്ചിട്ടുണ്ട്, ഇവിടെ കടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. പുള്ളി ഒരു ജാടയില്ലാത്തൊരു മനുഷ്യനാണ്. തെറ്റിദ്ധരിക്കണ്ട നിങ്ങൾ. ആരും തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. നമ്മൾ 1890s ഒരു കാലഘട്ടത്തെ, ആ ഒരു തലമുറയെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, തലമുറകൾ തമ്മിലുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, അതെങ്ങനെ നിങ്ങൾ ആ ഒരു തലമുറയിലേക്ക് ഈസി ആയിട്ട് കയറി പറ്റി എന്നുള്ളത് അറിയണമെന്നുണ്ട്. അനുനാഥ് ഏറ്റവും അവസാനം വന്നു വിട്ട ആളാണെന്ന് തോന്നുന്നത്. ഇതിൽ അനുനാഥിന് എന്താ എക്സ്പീരിയൻസ്? ഞാൻ ഇവർ കാലഘട്ടത്തിന് പറയുകയാണെങ്കിൽ ഇവർ കറക്റ്റ് നമ്മുടെ വിനോദ് സാർ ആയാലും സുനിലേട്ടനായാലും അവർ കറക്റ്റ് നമുക്കൊരു ബ്രീഫ് തന്നിട്ടുണ്ടായിരുന്നു. കാലഘട്ടം അത് അന്ന് ഇങ്ങനെയാണ്, പരിപാടികൾ ഇങ്ങനെയാണ്, ഫോണും ഒന്നുമില്ലാത്ത കാലമാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ ലൈവായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു കാലം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ആദ്യമേ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ ട്രെയിനിങ്ങിൻ്റെ നമ്മൾ ആ സമയത്തൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്നതും എല്ലാവരും ആ ഒരു കണക്ഷനൊക്കെ കിട്ടിയതും അതൊക്കെ അതിന് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പരിപാടി പിടിക്കാൻ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ നമുക്ക് സംശയങ്ങളുണ്ടെങ്കിലും ഒരു സുഖമായിട്ട് അവർ പറഞ്ഞു തരും. അവർ ആ കാലഘട്ടത്തിലുള്ളവരാണ്. അപ്പോൾ അവർ എന്തുണ്ടെങ്കിലും അവർക്ക് അറിയാം, അത് അന്ന് അങ്ങനെയല്ലടാ, അത് ഇങ്ങനെയാണെന്നുള്ളൊരു സാധനം പറഞ്ഞു തരുന്നത്. ഈസി ആയിരുന്നു പരിപാടി കുറേയൊക്കെ. പിന്നെ ആ ഒരു
കെമിസ്ട്രി ഉള്ളതുകൊണ്ട് ഒരു നൈസായിട്ട് വർക്കൗട്ട് ആയി എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഹെയർ സ്റ്റൈലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഋഷി മൊത്തമായിട്ട് അതിനകത്ത് ഇറങ്ങിയിട്ടില്ല. ഇഷ്ടപ്പെട്ടോ? ഋഷിക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ല, ഇപ്പോഴും ക്യാരക്ടറല്ല. ഋഷി എങ്ങനെയാ അത് ഭയങ്കരമായിട്ട് ക്യാരക്ടറിലേക്ക് ഇന്നായി പോയോ? ഇറങ്ങാൻ പറ്റുന്നില്ല? അല്ലല്ല, അങ്ങനൊന്നല്ല. ഈ പറഞ്ഞ പോലെ അത്ര നമുക്ക് ഇത് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ലുക്കും ഇതൊന്നും അങ്ങനെ ഭയങ്കര എളുപ്പമല്ല. കാര്യം നമ്മൾ ഇപ്പം ഈ കാലഘട്ടത്തിലാണല്ലോ. അപ്പം അതിൽ നിന്ന് അന്നത്തെ ഇത് സാറും സുനിലേട്ടനും എല്ലാവരും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എങ്ങനെയാണ് ഇത്. പിന്നെ ഈ ലുക്സും ഫിലിമിൽ കണ്ടിട്ടുണ്ടാവില്ലേ, ആ ഹെയറും ഡ്രസ്സിങ്ങും സ്റ്റൈലും എല്ലാം എന്ത് രീതിയിലായിരിക്കണം എന്നൊക്കെ ഉള്ള നമ്മളും ആദ്യം ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഹെയറൊക്കെ വന്ന് പിന്നെ ഡ്രസ്സൊക്കെ അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്കും വേറൊരു ഇതുപോലെ തന്നെയാണ് നമുക്കും തോന്നുന്നത്. ഇപ്പം നമ്മൾ ലൊക്കേഷനിൽ ഇപ്പോൾ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ മാത്രം പഴയ കാലഘട്ടത്തിൽ നിന്ന് വന്ന് ചെയ്ത ആൾക്കാരെ പോലെയാണ് ലൊക്കേഷൻ ഷൂട്ടിംഗ് സമയത്തൊക്കെ ടൈം ട്രാവൽ ചെയ്ത് വരും. നമ്മൾ മാത്രം മറ്റേ റോഡിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്, ഇത് എവിടെ നിന്ന് വന്ന ആൾക്കാരാണെന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ അതില് ബ്യൂട്ടി എന്ന് വെച്ചാൽ ഞങ്ങൾ സെറ്റിൽ ഫോൺസ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പൊ അതൊരു സൈക്കോളജിക്കൽ ഡീടോക്സ് പോലെ ആയിരുന്നു. മൊത്തത്തിലൊരു മെന്റലി ഞങ്ങൾ ലൈവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു നോക്കി സംസാരിക്കുകയാണ്. ഫോൺസ് ഒന്നും യൂസ് ചെയ്യാറില്ല. തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടാണ് ഞങ്ങൾ ഫോൺ എന്താണ് കണ്ണു നോക്കി അപ്പൊ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. യൂഷ്വലി ഈ ഏജ് കാറ്റഗറിയിൽ ഞങ്ങൾ പൊതുവെ ഫോൺസ് അധികം യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ലൊക്കേഷനിൽ നിന്ന് പുറത്ത് നിങ്ങൾ റൂമിൽ പേഴ്സണൽ സ്പേസിൽ എത്തുമ്പോഴും നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തു? ഞങ്ങൾ എല്ലാവരും ഒരേ ഫ്ലാറ്റിലായിരുന്നു. ഷൂട്ട് ട്രെയിനിങ് ഒരു 3 മാസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതുതൊട്ട് ലാസ്റ്റ് ഷൂട്ട് കഴിയുന്നവരെ ഒരേ ഫ്ലാറ്റിലായിരുന്നു. ഒരു 3 BHK ഫ്ലാറ്റ് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ചാണ് താമസം. 903 ആണ് റൂം നമ്പർ. അതൊരു ലക്കി നമ്പറായി. മനോജ് വാലിബനിൽ വന്നിട്ടുള്ളത് എൻറ്റയർലി വേറൊരു, അതും ഒരു ടൈം ട്രാവലാണ്, വേറൊരു ലോകത്തേക്ക് പോവാണ്. ഇതും അതുപോലെ ഒരു സമയത്തിലേക്ക് വന്നേക്കാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം, ഇതിലൊരു കൂട്ടമാണ്, അതിൽ കുറച്ചും കൂടി ഒറ്റപ്പെട്ട ഒരു ക്യാരക്ടറാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കൂട്ടത്തിനിടയിലുള്ള ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് അഭിനയിച്ച എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഭാഗമായിട്ടായിരിക്കും. ഈ കൂട്ടം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഒറ്റപ്പെടൽ കിട്ടിയത്. അത് ഞാൻ ഇവരെ കൂടെയാണല്ലോ അഭിനയിക്കുന്നത്. എന്നുവെച്ചാൽ ഇതെൻ്റെ ആദ്യ സിനിമയാണ്. ഞാൻ ഈ തുടക്കം എൻ്റെ മൂൺ വാക്കാണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. കാരണം വെച്ചാൽ എല്ലാവരും നമ്മളെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, പ്രേം എൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെ കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ അവരോട് അഭിനയിക്കുമ്പോൾ കുറച്ച് ലൈവായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പുതിയൊരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള തോന്നലല്ലായിരുന്നു എനിക്കിത്. എന്താ നമ്മൾ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കൊറിയോഗ്രാഫർ ഡാൻസറുമാണ്. അപ്പം നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയും അവരുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന പോലെയും ഞാൻ ചെയ്യുന്ന അതേ ആണല്ലോ, ഡാൻസ് ആണല്ലോ ഈ കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൈവായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഫണ്ണായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ റൂമിലായിരുന്നാലും സെറ്റിലായിരുന്നാലും നമ്മൾ പോകുന്നത് വരണതെല്ലാം ഈ ഫോൺ യൂസ് ചെയ്യാത്തത്, ഇതൊക്കെ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ ഈസി ആയി എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പ്രേമിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഓൾറെഡി കൊറിയോഗ്രാഫറാണ്, മൂൺ വാക്കേഴ്സിന്റെ കൊറിയോഗ്രാഫറാണ്. എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ മൂവിയാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ മൂവിയാണ്. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ വന്നപ്പോഴത്തേക്ക് ഈ പറയും പോലെ ഫസ്റ്റ് മറ്റേ ഓഡീഷൻ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കാരണം ആക്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. അതായത് ഞാൻ അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഈ ഓഡീഷൻ വരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് നമ്മുടെ ഡയറക്ടർ സാറാണ്. എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്കിത് പറ്റും എന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്ത് ഞാൻ ചെയ്തു. എനിക്കിതാ ഇപ്പോൾ ഇവിടെ മൂൺ വാക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റിയത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എനിക്ക് ഈ സിനിമയിൽ നിന്ന് അത് ഈ പറയും പോലെ ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എന്നെ കൊണ്ട് കുറേ കാര്യങ്ങൾ പറ്റും എന്നുള്ള കാര്യം എനിക്ക് ഇത് മീൻസ് വിശ്വാസം വന്നു. പിന്നെ എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. പിന്നെ ഇത് സുനിയണ്ണനാണ് എന്നെ ഇത് ഏറ്റവും കൂടുതലായിട്ട് ആക്ടിങ്ങിന് നിനക്ക് പറ്റൂടാ, നിനക്ക് അത് പറ്റൂടാ, എന്റെ ഒരുപാട് കാര്യങ്ങളുണ്ടോ, എന്റെ ഒരുപാട് സംഭവം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. പിന്നെ ഈ പറയും പോലെ എനിക്ക് എല്ലാവരും ട്രെയിൻ ചെയ്യാൻ പറ്റി. ഇപ്പൊ അരുണായാലും അനുനാഥ് ആയാലും സുനിയണ്ണനായാലും ഋഷി ആയാലും എനിക്ക് അപ്പു ഇവരൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവരുടെ ഷെയർ ചെയ്ത് എനിക്ക് അവരെ കുറച്ച് പുഷ് ചെയ്ത് പറ്റി. ഈ സിനിമ കാണുമ്പോൾ തന്നെ ഞാൻ റിയൽ ലൈഫിൽ അവരെ പുഷ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പ്രേമിന്റെ 2 ലുക്ക് ഉണ്ടല്ലോ, ആദ്യത്തെ ലുക്ക്, രണ്ടാമത് മറ്റേ മുട്ടയടിച്ച് വന്നിട്ട് ഇവിടെ 2 വര, അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഏത് ലുക്കാ പ്രേമിന് പേഴ്സണൽ ഫേവറേറ്റ്? എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഹെയർ ഉള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ പടം കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേ ആൾക്കാരെല്ലാവരും മറ്റേ ലുക്ക് കൊള്ളാം, അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ലുക്കാണ് കൊള്ളാന്നാണ് ഓഡിയൻസ്. ആള് തന്നെ മാറിപ്പോയി, കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ വന്നു. പിന്നെ
ഇനി എനിക്ക് ചത്താ മതി. പ്രേം ഇത്രയ്ക്ക് ചിരിച്ച് സംസാരിച്ച് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കണ്ടില്ല. പ്രേം ചിരിക്കാറില്ല. പ്രേം ഇന്റർവ്യൂ വരുമ്പോഴേ ഞാൻ മുട്ടയടിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇന്നാണ് ചിരിച്ച് സംസാരിക്കുന്നത്. പിന്നെ ആക്ച്വലി ഈ പറഞ്ഞ നമുക്ക് ഈ പ്രഷറൊന്നും ഇല്ലാതിരിക്കാൻ തന്നെ കാരണം വിനോദ് സാറും റൈറ്ററും സുനിലേട്ടൻ, മാത്യു ചേട്ടൻ, പിന്നെ അൻസാറിക്ക ക്യാമറാമാൻ, ഇവരെല്ലാവരും നമ്മളെ ഭയങ്കര എന്താ പറയാ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ആ സെറ്റിൽ വെച്ചിരുന്നത്. അനുചേട്ടൻ കാര്യം നമ്മളെ ആർക്കും നമുക്ക് ഇങ്ങോട്ട് ആ പ്രഷർ തന്നിട്ടില്ല. നമ്മള് എന്താ പറയുക, നമ്മള് ഒബ്വിയസ്ലി ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും പേടിയൊക്കെ എന്തായാലും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവര് നമ്മളടുത്ത് പേടിക്കണ്ട, നിങ്ങൾ ചെയ്യ്, നമ്മൾ പറയാം, അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ പോലും നമ്മളടുത്ത് വന്ന് കാര്യമായിട്ട് സംസാരിച്ച് നമ്മളെ അങ്ങനെയാണ് ചെയ്യിപ്പിച്ചത്. അപ്പൊ അത് കാരണമാണ്. പിന്നെ അവര് മാത്രമല്ല, ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ഇത് വരുമ്പോഴത്തേക്ക് ചെറിയ കറക്ഷൻ ഒക്കെ നിങ്ങൾ അങ്ങോട്ടും അത് ഡാൻസ് മാത്രമല്ല, ആക്ടിങ്ങിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതും ഭയങ്കര നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റാൾക്കാരെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തതും എല്ലാവരും. അപ്പൊ എല്ലാം ആക്ച്വലി ആ ഒരു ഒരുമിച്ച് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് തന്നെ. ഈ സ്ലാങ്ങിന്റെ പ്രശ്നമുണ്ട് ചിലവർക്ക്. എടാ എന്തരെന്ന് പറ, അങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറില്ല. നമ്മൾ ലൈവായിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. ഇപ്പം എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒറിജിനൽ നെയിം വിളിക്കൂല. നമ്മൾ ഷാജി, സുര, അനി, സാൻഡി അങ്ങനെ വിളിച്ച് തന്നെ സംസാരിക്കടാ, അങ്ങനെ വിളിച്ച് സംസാരിച്ച് നമ്മൾ അങ്ങനെ തന്നെ പോട്ടെ. ഇല്ലാതെ ഈ ലാംഗ്വേജ് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു ഡ്രാമാറ്റിക് പരിപാടി പോലെ ആയിപ്പോൾ. അതുകൊണ്ട് നല്ലതായിട്ട് സംസാരിച്ച് ലൈവായി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ 3 മാസം ട്രെയിനിങ്ങും പോയത്. ഈ ഒരു ബ്രേക്ക് ഡാൻസ് ജാക്സൺ തീം പിടിക്കുവാണല്ലോ, അപ്പൊ അതില് മൈക്കിൾ ജാക്സന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ സുരയായിട്ട് വേണം, എന്തെങ്കിലും ഒരു മുൻകരുതൽ ഉണ്ടായിരുന്നോ? അത് ഡയറക്ടർ സാറാണ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പം സുര എന്നുള്ള ക്യാരക്ടർ മറ്റേ സ്ക്രിപ്റ്റ് റിവീൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ക്യാരക്ടർ റിവീൽ ചെയ്ത സമയത്താണ് ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓഡീഷൻ ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞത്. പിന്നെ അത് സുര എന്നുള്ള ക്യാരക്ടർ അത് എനിക്ക് തന്നെയാണെന്നുള്ളത് അപ്പോഴാണ് ഞാൻ അറിയണത്. അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എന്നോട് ആ സമയത്ത് എല്ലാവരോടും മുമ്പിലാണ് പറഞ്ഞത്. ഷേപ്പ് ശരിക്കും അങ്ങനെ കരുതി തന്നെ കാസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഡയറക്ടറിന്റെ നിങ്ങളുടെ പോസ്റ്ററിൽ 2 ഭാഗമായിട്ട് മൈക്കിൾ ജാക്സനെയും സുരയെയും കാണിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ സിമിലാരിറ്റി കണ്ടിട്ടാണ്. സാർ അത് കണ്ടിട്ടാണ്, ഷോ കണ്ടിട്ടാണ് വിളിച്ചത്. അപ്പൊ സാറ് തന്നെ അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു ഈ ക്യാരക്ടർ ഇവൻ തന്നെ ചെയ്താൽ മതി എന്നുള്ളത്. സാറാണ് അത് സെലക്ട് ചെയ്തത്. അനുനാഥ് ഡാൻസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നാണ് പറഞ്ഞത്. ഇതിൽ ഒരു ക്യാരക്ടറിലേക്ക് മാറുകയും വേണം, അത് നമ്മുടെ തലമുറയല്ല മറ്റൊരു തലമുറയിലേക്ക് മാറണം, ആ ക്യാരക്ടറെ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യണം. വല്ലാത്ത ചലഞ്ച് അല്ലായിരുന്നോ? എനിക്ക് കുറേ ചാലഞ്ച് ഉണ്ടായിരുന്നു. ലാംഗ്വേജിന്റെ ചാലഞ്ച് ഉണ്ടായിരുന്നു, ഡാൻസിന്റെ ചാലഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ ആക്ടിങ് കുറച്ച് അറിയാമെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് അത് അത്ര ചാലഞ്ച് ഇല്ലായിരുന്നു. അപ്പം അത് ഭയങ്കര ഇവരുടെ അതാ പറഞ്ഞത്, നമ്മുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഇവരെ കൂടെ നിന്നിട്ടും നമ്മുടെ ലാംഗ്വേജ് ട്രെയിനറായിരുന്നു സുനിയണ്ണനും അപ്പുവും ഇവരന്മാരെല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്ന ഇതിലാണ്. അപ്പം ഞാൻ കോഴിക്കോട് എടാ ഈ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോഴിക്കോട് സംസാരിക്കുന്ന ഡേയ് എന്ത് ഈയ നീ എന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു സാധനം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കളിയായിക്കൊണ്ടിരിക്കും. ഇതാ പ്രേമായാലും എന്തെങ്കിലും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സാധനം പിടിച്ച് കളിയാക്കി. അപ്പോൾ ഞാനും അപ്പോൾ ഇങ്ങനെയാണല്ലേ, അപ്പോൾ അങ്ങനെ കളിയാക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു സാധനം ഞാനും പഠിച്ചു. അങ്ങനെ ലാംഗ്വേജ് നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആ സമയത്ത് തന്നെ ഞാൻ പഠിച്ചു. കുറെ തെറിയൊക്കെ പഠിപ്പിച്ചു. തെറിയെന്ന് ഉദ്ദേശിക്കുന്നത് കൗണ്ടറാണ്, അല്ലാതെ തെറിയല്ല. തെറി ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് അല്ലേ? അതെ, അതെ, അത്രേ ഉള്ളൂ. കണ്ണൂരും അത് കാസർഗോഡും ഭയങ്കര കൗണ്ടർ പോലെ വളരെ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കുന്ന തിരുവനന്തപുരംകാരാണ് അല്ലേ? അപ്പൊ അത് നന്നായിരിക്കും പഠിപ്പിച്ചത്. പിന്നെ ഡാൻസ് ആയിരുന്നു. ഡാൻസ് നമ്മുടെ ശ്രീജിത്ത് ആശാനും അഭിചേട്ടനും ജിഷ്ണു ചേട്ടനും നല്ല വൃത്തിയായിട്ട് ക്ഷമയോടുകൂടി. ഞാനാണെങ്കിൽ ഇവന്മാരൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിക്കുന്നത് ഞാൻ ഒരു അരമണിക്കൂർ 5 മിനിറ്റ് ഉണ്ടപ്പോൾ പഠിച്ചു. അല്ല അങ്ങനെ ഒരു എക്സാജറേറ്റ് ചെയ്ത് തന്നെ അതിശയോക്തി. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് പഠിക്കുന്ന സാധനം ഞാൻ അരമണിക്കൂർ എടുക്കുമായിരുന്നു. അപ്പൊ അത്രയും ക്ഷമയോട് കൂടി തന്നെയാണ് ശ്രീജിത്ത് ആശാനൊക്കെ എന്നെ ഹാൻഡിൽ ചെയ്തത്. എടാ നീ ചെയ്യ് കുഴപ്പമില്ല, കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് റെഡി ആവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ അകത്ത് കാണുന്ന പോലെയൊക്കെ കുറച്ച് ചെയ്യാൻ പറ്റിയത്. ഇതില് ട്രെയിലറിൽ പ്രത്യേകമായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ബ്രേക്ക് ഡാൻസിന് മാസ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു ഭാഗം. അത് വളരെ നന്നായിട്ട് എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ട്രെയിലറിൽ വന്നെന്ന് എനിക്ക് തോന്നുന്നു. അതൊന്ന് പറയാമോ? ബ്രേക്ക് ഡാൻസിന് അങ്ങനെ പ്രത്യേകിച്ച് മാസ്റ്റർ ഒന്നുമില്ലല്ലോ. അടിപൊളിയായിട്ടുണ്ടത്. ഇതിൽ നമ്മൾ സീരിയസ് ആ ഒരു ടോപ്പിക്കിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഇതിൻ്റെ കണ്ടന്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അടിച്ചമർത്തപ്പെടുന്നവരെ കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഒരു നമ്മുടെ കണ്ടന്റ് സംസാരിക്കുന്ന ആ വിഷയമാണ്. അപ്പം സുരയുടെ ക്യാരക്ടറിൽ നിന്ന് ആ ഒരു സംഭവത്തെ ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞൊരു പ്രൗഡ് സാധനമായിരിക്കും. എങ്ങനെയാണ് സെൽഫ് എക്സ്പീരിയൻസ് ശരിക്കും ജീവിതത്തിൽ ഡാൻസുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ? അത് അന്നത്തെ കാലത്ത് ഡാൻസേഴ്സ് ഒരുപാട്
ഇങ്ങനെ അപകടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ മൂവിയിൽ പറയുന്നത് അത് തന്നെയാണ്. പണ്ടത്തെ ആ ഒരു മുടി വളർത്തുന്നതായാലും അല്ലെങ്കിൽ ആ ലുക്കിലായാലും പലരും ജഡ്ജ് ചെയ്ത് കഴിയും. അപ്പോൾ നമുക്കതൊരു അതിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഞാൻ ഇഷ്ടംപോലെ പ്രോഗ്രാം ചെയ്യുമ്പോഴായാലും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് മൂവിയിലും പറഞ്ഞു വെക്കുന്നത് തന്നെ. അപ്പോൾ അത് എല്ലാ ആൾക്കാർക്കും അത് എത്തിയെന്നാണ് എനിക്ക് വലിയൊരു സന്തോഷം. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലായി ഇതാണ് അവരനുഭവിച്ചതെന്നുള്ളത്. പിന്നെ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. ഇതിലെ ഒരു ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇവരെ ഉളമ്പാറി കൊണ്ടേയാക്കാം അവൻ്റെ ഭ്രാന്ത് മാറാൻ എന്ന്. ഡാൻസിനോട് പാഷനുള്ള കുട്ടികളെ ആ ഒരു സമയത്ത് ട്രീറ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സമയത്തും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന പാരൻസ് ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും ഡാൻസിനോട് ചെറിയതായിട്ടെങ്കിലും ഒരു താല്പര്യമുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെയൊക്കെ ഫാമിലികളിൽ എങ്ങനെയാണ് സപ്പോർട്ട് തന്നിട്ടുള്ളത്? ഇപ്പൊ ഫാമിലി വൈസ് പറയാനാണെങ്കിൽ ഇപ്പൊ ഫാമിലിയിൽ ഇപ്പൊ കുറെ നമ്മളിപ്പോ ഡാൻസിന് വേണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇപ്പൊ ഫാമിലി വൈസ് ആകുമ്പോഴത്തേക്ക് ഇപ്പൊ ഇനി എന്തോന്ന് അവര് സപ്പോർട്ടാണ്. ബട്ട് സൊസൈറ്റി അങ്ങനെയല്ല. സൊസൈറ്റി ഇപ്പൊ ഒരു പയ്യൻ ഒരു ഡാൻസ് പ്രൊഫഷനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അവർ ഒരു പ്രൊഫഷണലി അല്ല അവർ തിങ്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ഡാൻസ് സാധാരണ എല്ലാവരും മറ്റേ കളിച്ച് ചിരിച്ച് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീല പരിപാടി അല്ലെങ്കിൽ സൈഡായിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് സൊസൈറ്റി ചിന്തിക്കുന്നത്. ബട്ട് ആക്ച്വലി അതിനൊരു ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു കുറേ ആൾക്കാരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ഇത്രയും മൂവ്സ് ആയാലും, അതായത് ചെറിയ മൂവ്സ് ആയാലും നമുക്ക് ഗ്രൂവ്സ് ആയാലും നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ള ആ കഷ്ടപ്പാട് ഡാൻസ് ലൈഫിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് കണക്ട് ആവുള്ളൂ. പിന്നെ അവരുടെ പാരൻസിന് എന്തായാലും മനസ്സിലാവും, കാരണം അവരുടെ മക്കളിടുന്ന അത്ര എഫേർട്ട് അവർ ഡെയിലി കണ്ടോണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് എന്തായാലും മനസ്സിലാവും ഈ കാലഘട്ടത്തിൽ. ബിക്കോസ് എല്ലാം ഫിംഗർ ടിപ്പിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണമുണ്ട്. പണ്ടത്തെ കാലത്ത് അത് ഇത്തിരി ഈ പറയും പോലെ ആൾക്കാർ നീ എന്തിനാടാ പോണ, ഈ സിനിമയിൽ തന്നെ ചോദിക്കുന്ന പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് അത് സൊസൈറ്റി എന്നാണ് തോന്നുന്നത്. പാരന്റ്സിന് ഇപ്പൊ കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടാറുണ്ട് എന്നാണ് എനിക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ അതിൽ? എൻ്റെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ആദ്യത്തെ കൊറിയോഗ്രാഫർ. പക്ഷെ അമ്മ ഭരതനാട്യം ഡാൻസർ ആയിരുന്നു. പിന്നെ അത് നിർത്തി. അമ്മയ്ക്ക് അതിലൊരു വലിയ പാഷൻ അതെ, ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ എന്നെ കൊണ്ട് സാധിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോ അതായിരുന്നു. മനോജ് എന്താ പറയണ്ടത്? ഇതിലിപ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും നമ്മുടെ മകൻ നല്ലൊരു ലെവലിൽ എത്തണം എന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാരാണ് എല്ലാവരും. ഇപ്പം ഡാൻസിലോട്ട് പോകുമ്പോഴത്തേക്കോ ഡാൻസോ എന്ന് തിങ്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പോഴും. പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അത് അങ്ങനെയല്ല, നമ്മൾ പോകുന്ന വഴി കറക്റ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഈ വിഷയമില്ല. നമ്മൾ പോകുന്ന വഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പരിപാടിയിലേക്കോ വേറെ എന്തെങ്കിലും ചീത്ത സ്വഭാവങ്ങളിലേക്കോ പെട്ട് കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ പോകുന്ന വഴി കറക്റ്റായിട്ട് അമ്മ അച്ഛാ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു റിയാലിറ്റി ഷോ അറ്റൻഡ് ചെയ്യണം, എനിക്ക് ചാനലിൽ കളിക്കണം, എനിക്ക് 4 പേര് എന്നെ അറിയണം, എനിക്ക് ആ കോമ്പറ്റീഷൻ വിൻ ചെയ്യണം, അതിലൂടെ എനിക്കൊരു സിനിമയിലേക്ക് കയറണം, ഞാനൊരു കൊറിയോഗ്രാഫർ ആവണമെന്ന് നമ്മൾ അവരെ കൺവേ ചെയ്ത് നേരായ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു മാതാപിതാക്കളും ഒന്നിനെതിരെ നിൽക്കില്ല. ഇതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. ഋഷി, ഇതില് ഡാൻസിന്റെ ഒരു ഭാഗം മാറ്റി നിർത്തിയാൽ നമുക്കൊരു കുറച്ച് റൊമാൻറ്റിക് സ്റ്റോറികളുണ്ട് ഇതിൽ. ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു നല്ല റൊമാൻസ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലായിരുന്നു, നല്ല രസമായിരുന്നു ചെയ്യാൻ. അതാണ് അവര് നല്ലതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയായിരുന്നു ഇപ്പോഴും വേദന മാറിയിട്ടില്ല. ഇല്ല, അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തായിരുന്നു പേര്? ഫോൺ. അതെ, അതൊക്കെ ചെയ്യുമ്പോ അതൊരു വേറെ തരം പ്രണയമല്ലേ? മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്തിട്ടുള്ളതല്ല, കത്തെഴുതുന്നു, പടം വരയ്ക്കുന്നു. പടം വരയ്ക്കുന്നു, പിന്നെ മറ്റേ ഫോൺ ബൂത്തിൽ പോയി വിളിക്കാൻ ശ്രമിക്കുന്നു. കാര്യം ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പം മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ ഈസിലി ആക്സസിബിൾ ആണ്. അന്ന് അത്രയും ആക്സസ് ഇല്ല. അതാണ് ഇൻസ്റ്റാഗ്രാം. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ രീതിയിലുള്ള ഇങ്ങനെ പ്രണയം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്. ഭയങ്കര രസമായിട്ടായിരുന്നു ചെയ്തൊക്കെ. പിന്നെ ഷൂട്ടിലും ഭയങ്കര രസമായിരുന്നു അതൊക്കെ. ഈ ഡയറക്ടർ വിനോദ് സർ ഒരുപാട് 40 ടേക്കൊക്കെ പോണ ആളാന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടേക്ക് ആവശ്യം വന്നത് ഏത് സീനിലാ? അത് എനിക്ക് തോന്നുന്നു ഡാൻസിന് ഏറ്റവും എന്തുകൊണ്ടാണെന്നും പറ. ഡാൻസിലായിരുന്നു പറയുമ്പോ ഒരു 8 പേരുണ്ടെന്നുണ്ടെങ്കിൽ, മൈക്ക് 8 പേര് ഒരുമിച്ചാണ് ഒരു ഗ്രൂപ്പ് ഡാൻസിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ തെറ്റിക്കും, രണ്ടാമത് ഇവൻ തെറ്റിക്കും, മൂന്നാമത് എല്ലാരും ഓരോ റൗണ്ട് ആയിട്ട് തെറ്റിക്കും. ഒരാള് തെറ്റിച്ചാൽ തന്നെ അത്
വീണ്ടും ഫുൾ അതെ തെറ്റിക്കുന്നതിന് ഉപരി നമ്മളെ സ്റ്റൈല് മാറാൻ പാടില്ല. അതാണ് വേറൊരു കാര്യം. നമ്മൾ പുതിയ സ്റ്റൈലിലേക്ക് വരാനേ പാടില്ല. ഇപ്പം നമ്മൾ കളിച്ചാലും ഇവിടെ അത് പോയി നമ്മൾ ആ പഴയ സ്റ്റൈൽ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ഇങ്ങനെ തെറ്റിക്കുന്നവർ വീണ്ടും ടേക്ക് എടുത്തോണ്ടിരിക്കുന്നത്. അല്ലാതെ അഭിനയത്തിലൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവന്റെ സീനൊക്കെ അവൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ആ റൊമാൻസ് സീനൊക്കെ അവൻ ജീവിക്കുകയായിരുന്നു. അതിന് റീടേക്ക് ഇവനായിട്ട് വേണമെന്ന് വെച്ച് റീടേക്ക് എടുപ്പിച്ചതാണ്. അനുനാദിനും ഉണ്ടല്ലോ പ്രണയം. അതിൽ ആദ്യം വേറൊരു നുണക്കുടിയുള്ള കുട്ടിയെ നോക്കുന്നുണ്ട്, പിന്നെ അതിന് ശേഷമാണ് പുറത്ത് പക്ഷെ അതിൽ വേറൊരു നോട്ടം ഉണ്ടായിരുന്നു. അല്ല അത് നോട്ടം പൊതുവെ അങ്ങനെയാണ്. ഓ എന്നല്ലേ നോക്കണേ? ഇവനെ ആയിരുന്നു നോക്കുന്നത്. വൺ പക്ഷെ സൈഡ് ആയിരുന്നു. കാണുമ്പോഴത്തേക്ക് തിരിച്ചു തോന്നും അത് ഇവന്റെ പക്ഷേ അപ്പൊ അതന്നെ അതിൻ്റെ അകത്ത് എൻ്റെ പ്രണയം എനിക്ക് അങ്ങനെ ഒരു മുഴുവനായിട്ട് അങ്ങോട്ട് പൂർത്തിയാവാത്തൊരു പ്രണയം തോന്നി. പകുതി ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? പകുതി വെച്ച് അങ്ങ് പെട്ടെന്ന് പോയല്ലോ. അതിന്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല. ടൂവില് മിക്കവാറും ഉണ്ടാവില്ല, പറന്നു പോയല്ലോ. ഇവ സ്കൂട്ടറിൽ കയറ്റി വീട്ടിന്റെ നട കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവ എന്തൊക്കെയോ പ്രതീക്ഷയാണ് നിൽക്കുന്നത്. അവിടെ ഒരു കാസറ്റ് എടുത്ത് കൊടുത്തിട്ട് വീട്ടിൽ പോയി പാട്ട് കാണണം, പോയിരുന്ന് പാട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അവള് ഫ്ലൈറ്റിൽ കയറി ഒരു പോക്ക് പോയി. കഷ്ടായി പോയി. അങ്ങനെയല്ല അവൻ പറഞ്ഞത്. പറഞ്ഞോ? എനിക്കൊരു കുറേ റീടേക്ക് പോയിട്ട് സാറ്, അതായത് ഞാൻ അമ്പലപ്പറമ്പിൽ ഇങ്ങനെ കളിച്ചിങ്ങനെ ബാക്കിലിട്ട് വരുമ്പോൾ ഒരു സൈക്കിൾ വന്ന് എന്നെ തട്ടുന്നൊരു സംഭവം. അപ്പൊ അത് ചില സമയത്ത് ടൈമിങ് തെറ്റ്, പിന്നെ എൻ്റെ വഴക്കുണ്ടാക്കുന്ന സീൻ, നടക്കുന്ന സീന്. സാറ് എന്നെ വിളിച്ച് സമാധാനപരമായിട്ട് മാറ്റി നിർത്തി. അപ്പു ഇങ്ങനെ തോളിൽ കൈ വെച്ചിട്ട് അപ്പു ഇങ്ങനെ പിന്നെയും തെറ്റി, അപ്പു ഇങ്ങനെ. സാറ് വളരെ കാമായിട്ട് സംസാരിച്ചു. അതെ, എങ്ങനെ പറയണമെന്നറിയില്ല. അത്രത്തോളം ക്ഷമ, അത്രത്തോളം നമ്മളെ എന്നെ പിടിച്ചു നിർത്തി കാര്യം പറഞ്ഞിട്ട് പിന്നെയും തെറ്റിച്ചിട്ട് പിന്നെയും പുള്ളി വന്നിട്ട് ഇതേ കാര്യം പറയും. അങ്ങനെ എന്നിട്ട് പിന്നെയും ഞാൻ തെറ്റിക്കും, പിന്നെയും പുള്ളി പറയും. സത്യം പറഞ്ഞ സാറ് എന്ത് പറയാനുണ്ട്, എനിക്ക് പറയാനൊന്നും വാക്കുകളില്ല. നേരത്തെ പറഞ്ഞത് എല്ലാവരെയും ഭയങ്കര അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെയാണ് സാർ നമ്മളെ ചെയ്യിപ്പിച്ചത് തന്നെ. അത് കാരണമാണ് ഇപ്പൊ അപ്പു പറഞ്ഞ പോലെ അവനും അത് കംഫർട്ടബിൾ ആയിട്ട് ആ സീൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഇതിന്റെ തുടക്കം പറഞ്ഞില്ലേ, മലയാള സിനിമയ്ക്ക് ഭാവിയിൽ കുറച്ച് അസാധ്യ നടന്മാരെ കിട്ടിയിട്ടുണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല. ഡയറക്ഷന്റെ ഗുണമായിരിക്കാം. നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരസ്പരം തോന്നിയിട്ടുണ്ടാവുമല്ലോ സിനിമ കണ്ടതിന് ശേഷം, ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്തോ? നീ എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് നമ്മുടെ ഈ ബോണ്ടിന്റെ ഒരു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സക്സസിലോട്ട് വന്നത്. അതിന് ഇവൻ ചെയ്തതായിരുന്നാലും നമ്മൾ പറയാറുണ്ട് അടിപൊളിയായിരുന്നു, അവൻ ചെയ്തായിരുന്നു അടിപൊളിയായിരുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയാറുണ്ട്. അതിലൊരു കുറവുമില്ല, കളിയാക്കാറുണ്ട്. ഇപ്പം ഞാനിപ്പം തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ തന്നെ പലപ്പോഴും പ്രേമെടുത്ത് പറഞ്ഞിട്ടുണ്ടാ രസമായിരുന്നല്ലേ ആ പോർഷൻ. ഇത് ഇപ്പം നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡാൻസറാണ്, അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് സിനിമ ചെയ്തിട്ട് വന്നതൊന്നുമില്ല. അപ്പം പിന്നെ ഇത്രയും ബഡ്ജറ്റ് മുടക്കി ഒരു പടം ചെയ്യുന്ന സമയത്ത് അതങ്ങ് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മനോജ് ആയാലും സിബി ആയാലും ഇവർ എല്ലാവരും കാണുമ്പോൾ എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആക്ടിങ് എല്ലാം പൊളിയാണ്, ഒരുമിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ അതിശയമാണെന്ന് പറഞ്ഞാൽ ഒരു ഡാൻസർ എങ്ങനെ, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റൂ, ചിലർക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റൂ. പല പടങ്ങളും ഡാൻസ് പടങ്ങളും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഡാൻസിൽ ഓക്കെ ആയിരിക്കും, ആക്ടിങ് ഭയങ്കര മോശമായിരിക്കും. പക്ഷേ നമ്മുടെ ഈ മൂൺ ബാക്ക് ടീമിനനുസരിച്ചിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. പുള്ളി ഇത്രയും പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് നമ്മുടെ ലാംഗ്വേജ് ട്രെയിനിങ്ങിന് വന്നതും ആക്ടിങ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതും പുള്ളിയാണ്. എന്നിട്ടാണ് നമ്മുടെ കൂടെ ഈ ക്രൂവിൽ പെട്ടുന്നത്. ഈ സ്ലാങ് കൈ വന്നതിന് കാരണം ചേട്ടനാണ്. ഇത് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും നല്ലൊരു പരിപാടിയാണ് പുള്ളി പ്ലാൻ ചെയ്യണത്. താങ്കളുടെ മില്ലിലെ റോള് മൂൺ വാക്കർ ടീമിലേക്ക് കയറാൻ പറ്റാത്തല്ലേ ചെറിയ സങ്കടം ഉണ്ടോ? ഡാൻസ് കൂടി അറിയാവുന്ന ആളായിട്ട്. എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ചേട്ടൻ പണ്ട് മൂൺ വാക്ക് ഈ വേവ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം പുള്ളി എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരും. അപ്പം എനിക്ക് ഈ ഇതിങ്ങനെ കളിച്ച് ഇതെനിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആയി. കുറേ ദിവസം ഒരു വണ്ടി ഓടിച്ച് കിടക്കുമ്പോൾ അത് നമുക്ക് കയ്യിൽ വഴങ്ങുമല്ലോ, അതുപോലെ എനിക്കിതങ്ങ് വഴങ്ങി. അപ്പോൾ ഇതിൻ്റെ ഓഡിഷന് പോയ സമയത്ത് അപ്പോൾ ഇവർ പ്രേമുണ്ട്, മനോജുണ്ട്, ഇവർക്കൊക്കെ ഡാൻസ് അറിയാം. അപ്പോൾ ഇവരെ ഓരോ സ്റ്റൈലുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഇത് ചെയ്യുകയാണ് ഈ സ്റ്റൈല്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട്
ശ്രീത് മാസ്റ്റർ ഉണ്ടായിരുന്നപ്പം ഈ വേവും ഈ മൂൺ വാക്ക് അടിച്ചപ്പോൾ പറഞ്ഞു ഈ സാധനമാണ് സിനിമയ്ക്ക് വേണ്ടത്. അപ്പം ഞാനാണെങ്കിൽ ആ ഞെട്ടി, ഈ സാധനമാണോ വേണ്ട. അപ്പം എനിക്ക് ഫിക്സായി, ഞാൻ എന്തായിരുന്നാലും ടീമിലുണ്ട്. ഡാൻസ് ടീമിലുണ്ട് എന്ന് എനിക്ക് ഫിക്സായി. അപ്പം ഡാൻസ് സിമ്പിളായിരുന്നു എൻ്റെ മനസ്സിൽ. ഡാൻസ് പ്രാക്ടീസൊക്കെ തുടങ്ങിയപ്പോൾ മനസ്സിലായി നമുക്ക് പറ്റൂല, ഭയങ്കര കഷ്ടമുണ്ട്. ഇവർ കിടന്ന് നല്ലപോലെ അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും. ഞാനും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. ക്യാരക്ടർ ഫിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഡാൻസ് ഇല്ല. നമ്മുടെ സൂര്യയുടെ ക്ലൈമാക്സിനെ പറ്റി കൂടി ഒന്ന് പറയാവോ? ആ സ്റ്റേജിൽ നിന്നുള്ള പെർഫോമൻസ്. സൂര്യ എന്നെ പറയണേ ചേട്ടൻ റൂമിൽ സത്യം ഞങ്ങള് അപ്പുറത്തെ റൂമിലേക്ക് ചേട്ടൻ റൂമിൽ കട 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 സൗണ്ട് കേൾക്കും. ചേട്ടൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം പ്രേമൻ്റെ റൂമിൽ. അപ്പോൾ ഈ പോകുന്ന വഴിയിലാണ് ചേട്ടൻ്റെ റൂം. ഈ റൂമിനകത്ത് ഇങ്ങനെ കട 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 സൗണ്ട് കേട്ടോണ്ടിരിക്കും. അപ്പോൾ എപ്പോൾ തുറന്ന് നോക്കിയിരുന്നാലും പുള്ളി വിയർത്ത് കുളിച്ച് വിയർത്ത് ഇങ്ങനെ ദേഹം മൊത്തം വിയർത്ത്. അപ്പോൾ ചേട്ടാ ഓക്കെ കാണുമ്പോഴേ ഞാൻ പതുക്കെ ഇറങ്ങി സ്കിപ്പാവും. ചേട്ടൻ അത്രത്തോളം ഇതിനകത്ത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റത്തെ ആ പോർഷൻ എടുക്കാൻ വേണ്ടി ചേട്ടൻ ശ്രീത് മാസ്റ്റർ ചേട്ടനെ കൊന്നു. ഈ ഇരിക്കുന്നത് ഒരു മൈക്കിൾ ജാക്സൺ ആണ്, ഒരു മിനി മൈക്കിൾ ജാക്സൺ ആണ്. പുള്ളിക്ക് എത്രത്തോളം സ്ട്രഗിൾ കിട്ടിയിട്ടുണ്ടോ അതിന്റെ ആ സ്ട്രഗിൾ എല്ലാം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേ പള്ളിയുടെ കേസ് എന്ന് പറഞ്ഞു. അല്ല, അത് പള്ളിയുടെ കേസ് എന്ന് പറയുന്നത് പറയണ്ടേ? അല്ല, നമ്മുടെ ട്രെയിനിങ് സെഷൻ്റെ സമയത്ത് ഒരു 1.5-2 മാസമൊക്കെ ആയപ്പോൾ ഒരു ഞായറാഴ്ച പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. ഞങ്ങളധികം പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ള പോലെ ഒന്നുമല്ല, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു ആ സമയത്ത്. ഇൻട്രോവേർട്ട് ആണ്. അതിപ്പോ ഓൺ ക്യാമറ ആണ്, ഓഫ് ക്യാമറ കുറച്ച് ബെറ്റർ ആയി. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച്, എടാ ആദ്യമായിട്ട് വിളിക്കുകയാണ്, എടാ നമുക്കൊന്ന് പള്ളി വരെ പോയിട്ട് വന്നു, എനിക്ക് പള്ളി പോകണം എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി, ഒരാൾ നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് കമ്പനി ആവാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ടീമിൽ ആരുടെ അടുത്ത് ഒരു ബൈക്ക് എടുത്ത് ഞങ്ങൾ പള്ളിയിൽ പോയി, ട്രിവാൻഡ്രത്ത്. പള്ളി കയറി ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ബൈക്കിൽ കയറിയപ്പോൾ ഒന്നും സംസാരമൊന്നുമില്ല. ഞാൻ വിചാരിച്ച് പള്ളിയിൽ പോകാണ്ട് പള്ളിയിൽ എന്ത് സംസാരിക്കും. കുറേ നേരം ഇരുന്നു. തിരിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ തിരിച്ചു പോകണം, എനിക്കിതൊന്നും പറ്റൂല, എനിക്ക് വയ്യടാ, എനിക്ക് പേടിയാവുന്നൊക്കെ പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞു ചേട്ടാ അങ്ങനെയൊന്നും പറയില്ലേ, ഇത് ചേട്ടനെ കൊണ്ടേ പറ്റുള്ളൂ, ഇത് ഞങ്ങളാരും ശ്രമിച്ചാലും മൈക്കിൾ ജാക്സനെ പോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനും പറ്റില്ല, ആ ഒരു ഫിഗർ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മൈക്കിൾ ജാക്സനായിട്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ് സിബി ചേട്ടൻ. ഉറക്കത്തിൽ പോലും ഇങ്ങനെയൊക്കെ ഉറങ്ങാം. അപ്പോൾ അങ്ങനെ നിന്നൊരു മനുഷ്യനാണ് ഇപ്പോൾ പുള്ളിക്കാരുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഫാനാണ്, MJയുടെ ഫാൻ തന്നെയാണ്, സിബി ചേട്ടൻ്റെ ഫാനാണ്. ഇപ്പം നമുക്ക് പടം നമ്മൾ കുറേ വട്ടം കണ്ട് തിയേറ്ററിൽ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുമ്പം വല്ലാത്തൊരു രോമാഞ്ചൊക്കെ ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന സിബി അല്ല നമ്മൾ പിന്നെ അവിടെ സ്ക്രീനിൽ കാണുന്നത്, അത് പിന്നെ വേറെ ആളോട് ജാക്സനൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും നമുക്ക്. സുരക്ക് എന്താ പറയാനുള്ളത് കൂടി ഒന്ന് അറിയട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീത് മാസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞ. ശ്രീത് എന്തായിരുന്നു പള്ളിയിൽ അങ്ങനെ തോന്നാൻ കാര്യം? അത് ടെൻഷൻ്റെ പീക്ക് ലെവലാണത്. മീൻസ് എനിക്ക് പ്രഷർ അടിച്ച് ആ ലെവലെത്തി ഞാൻ. ഞാൻ ചില സമയങ്ങളിൽ തലയിറങ്ങി വീഴാറുണ്ട് അവിടെ. പക്ഷെ ഞാൻ ഇവരുടെ ആരെന്ന് പറയാറില്ല, കാരണം അത്രയേറെ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്തുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനാണ്. അത് തന്നെയാണ് ഞാൻ പെട്ടെന്ന് ഇമോഷനാണ്. അത് കാരണം ഞാൻ അത്രയും വേദന അനുഭവിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ, ഒറ്റപ്പെട്ടിട്ടുണ്ട്. സോറി കേട്ടോ. അങ്ങനൊന്നുമില്ല, ഇതൊക്കെ അറിയണം, എല്ലാവരും അറിയണം. സോറി. അപ്പം അത് ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേദന എനിക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ റിസൾട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഇവർ പറയുമ്പോഴായാലും ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും ഞാൻ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീൽ വന്നു എനിക്കിപ്പോൾ ആ സമയത്ത്. കാരണം ഒന്നാമത് തന്നെ എനിക്ക് അറിയാത്തൊരു ഏരിയ, മൂവി എന്ന് പറയുന്നത് എനിക്ക് അറിയാത്തൊരു, ഞാൻ സ്വപ്നം കാണാത്തൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ അറിയാത്തൊരു ഏരിയയിൽ നല്ലോണം ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ കൂടെ നിന്ന് അവരുടെ കൂടെ ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ അവിടെ ആപ്റ്റല്ല. അവിടെ ആ ഒരു സ്ഥലത്ത് ഞാൻ ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥ തോന്നൽ വന്നുകൊണ്ടാണ് എനിക്കത് തോന്നിയത്, ഞാനത് പറയാനുള്ളത്. പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ്റെ സീനുണ്ട്, കരയുന്ന സീനൊക്കെ സത്യത്തിൽ എനിക്ക് കരയാനറിയില്ല. ഞാൻ അവിടെ വെച്ച് എനിക്കൊരു പ്രഷറിൻ്റെ ഒരു ലെവലെത്തിയായിരുന്നു. ഞാൻ തല കറങ്ങി അവിടെ ഞാൻ മരിക്കേണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ, ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ലത്, ഞാൻ സ്വയമായിട്ട് എനിക്ക് ആരോട് പറയാനാണ് അത്. സാറ് പറഞ്ഞ ടേക്കാണ് കറക്റ്റ് ചെയ്തോണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ തന്നെ ഞാൻ ആകെ പാനിക്കായി, സത്യമായിട്ടും പാനിക്കായി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഓടിച്ചെന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഞാനൊക്കെ പാനിക്കായി പോയി. സാറ് പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞ പോലെ ഇത് ചെയ്താൽ മതി. അവിടെ വെച്ചാൽ സാർ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ആ ഒരു സീൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ ആ ഷൂട്ടിങ് ഒരുപാട് സമയം പോയേനെ, ഇവർക്ക് ബുദ്ധിമുട്ടായേനെ, അല്ലെങ്കിൽ ആ സീൻ ഒന്നും കൂടി ആകെ ഒരു ഫീലില്ലാത്തൊരു സാധനമായി പോയേനെ. പക്ഷെ എന്തോ അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ടാണ് സംഭവിച്ചത്. അന്ന് ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്ക്
എന്താ പറയുക, അത് അത് ആ ഒരു പൊസിഷൻ നിന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അത് ഭയങ്കര ഒരു വേദനയായിരുന്നു. പക്ഷേ സൂര്യ ഇപ്പൊ സ്റ്റാർ ആയി പുള്ളി കുറേ വർഷം ജാക്സൺ ചെയ്ത് അങ്ങനെ ഷോസ് ചെയ്ത് നടക്കുന്ന ആളാണ്. ഈ സത്യം പറഞ്ഞ ഈ നമ്മളെക്കാൾ ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ളത് പുള്ളി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും പേര് അഭിനയിച്ചു വരുന്നു, ലാസ്റ്റ് ആ ക്ലൈമാക്സ് എത്തുമ്പോൾ നമ്മൾ ഓർക്കോലും ഇല്ല, പുള്ളി അങ്ങ് തിളങ്ങി നിൽക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത്രയ്ക്ക് പണിയെടുത്തിട്ടുണ്ട്, നല്ല പോലെ. ഞാൻ പറയില്ലേ, നമ്മളെക്കാൾ നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ലാസ്റ്റത്തെ ആ ക്ലൈമാക്സ് നിങ്ങൾ കണ്ട് മനസ്സിലാവും, അത് നിസ്സാര പരിപാടിയല്ല. അങ്ങനെ ആ സ്റ്റെപ്പ് എല്ലാവരും പറയും, ഓ നമുക്കൊരു ലാസ്റ്റ് ഒരു 20 മിനിറ്റ് കണ്ടിട്ട് ആ കണ്ണ് നിറഞ്ഞിട്ട് പോവാം, ഓക്കെ. പക്ഷെ അതിന് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തത് സിബിയാണ്, നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഇമോഷണൽ ആവേണ്ട കാര്യമേ ഇല്ല. നല്ലൊരു പ്രൗഡോടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് സൂര്യയെ മാത്രമേ അറിയുള്ളൂ. സൂര്യയ്ക്ക് വേണ്ടിയിട്ട് സിബിയെ തെരഞ്ഞെടുത്തു, ജാക്സന്റെ ഫേസും ഡാൻസും അറിയാവുന്ന ഒരാളെ തെരഞ്ഞെടുത്തു എന്നുള്ളതിനപ്പുറം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് അറിയില്ല. എന്താ ബാക്ക്ഗ്രൗണ്ട്? ജാക്സൺ കളിച്ചു നടന്നിരുന്ന ആളാണെന്ന് പറയുമ്പോൾ എന്താ ശരിക്കും? അത് മുന്നേ ഞാൻ സ്റ്റാർട്ട് 2009 ശേഷമാണ് ഞാൻ മൈക്കിൾ ജാക്സൺ ചെയ്തു തുടങ്ങിയത്. അത് സ്റ്റേജുകളിൽ ചെയ്ത് അതിങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി. പിന്നെ ചാനലിൽ ചെയ്ത് കണ്ടിട്ടാണ് സാറ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് സാർ എന്നെ വിളിക്കുകയായിരുന്നു മറ്റേ സാറിൻ്റെ സ്റ്റുഡിയോയിൽ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ സാർ എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സിനിമ ചെയ്യണം, അപ്പോൾ അതിലൊരു ക്യാരക്ടർ നീ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. ഞാൻ സാറോട് പറഞ്ഞൊരു ഡയലോഗാണത്, സാറേ എനിക്കത് പറ്റില്ല, എനിക്ക് അഭിനയിക്കാറില്ല. അപ്പോൾ സാറ് പറഞ്ഞു, എടാ നീ അഭിനയിക്കണ്ട, ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. സുനിച്ചേട്ടനുണ്ടായിരുന്നു, സുനിച്ചേട്ടൻ അടുത്ത വഴിക്ക് പറഞ്ഞു, എടാ ഞങ്ങൾക്ക് അതാണ് വേണ്ടത്, ഞങ്ങൾക്ക് അഭിനയിക്കണ്ട, ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മതി. എല്ലാവരും ന്യൂ കമേഴ്സാണ്, നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് നിൽക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഓഡീഷൻ ചെയ്യിപ്പിച്ച് ഞങ്ങൾക്ക് 3 മാസം ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ സെക്ഷനിലാണ് ഞാൻ ഇവരെ കാണുന്നത് തന്നെ. പിന്നെ ഇവരെ ആക്ടിങ്ങിന് ക്ലാസ്, അതൊക്കെ ഒരുപാട് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഈ ക്ലൈമാക്സ് ഡാൻസ് എടുക്കുമ്പോൾ എനിക്ക് 1.5 മാസത്തോളം എനിക്ക് വേറൊരു സെപ്പറേറ്റ് ആയിരുന്നു. അത് ഞാനും ശ്രീത് മാസ്റ്ററും അഖിൽ അവനായിരുന്നു ടൂത്ത്ലെസ്, ഞങ്ങൾ 3 പേരായിരുന്നു ആ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ രാവിലെ പോകുന്നു, ചെല്ലുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകിട്ട് പോകുന്നു, വൈകിട്ട് വരെ പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെയും സെയിം തന്നെ. അങ്ങനെ ഒരു 1.5 മാസത്തോളം ചെയ്തതിൻ്റെ ഫലമാണ് ഇത് കണ്ടത്. അത് വലിയൊരു എന്താ പറയില്ലേ, നമുക്ക് ഓരോരുത്തർ വന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, ആ ഒരു സന്തോഷം അപ്പം അനുഭവിച്ച സ്ട്രഗിളൊക്കെ നമ്മൾ ആ ഒരു ഫീല് നമ്മൾ അവിടുന്ന് ഇറങ്ങിപ്പോണത് ആ സമയത്താണ്. എന്ന് വെച്ചാൽ നമ്മളിത് പറയുന്നത് നല്ല മൂവിയാണെന്ന് പറയുന്ന സന്തോഷമുണ്ട്. ഇത്രയും കാലം ജാക്സൺ സ്റ്റേജിൽ അവതരിപ്പിച്ച പോലെയാണോ സിനിമയിൽ അവതരിപ്പിച്ചതിന് ഒരിക്കലുമല്ല. ശേഷം? അത് ഞാൻ ഇവിടെ പറയുന്നത് കാരണം എനിക്കും തന്നെ അത്ഭുതമായിപ്പോയി. കാരണം അത് ആ സമയത്ത് സംഭവിച്ചതാണ്. ഒരിക്കലും ഞാൻ അത്രയും പെർഫെക്ഷനിൽ വേറൊരു സ്റ്റേജിൽ ഞാൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വേറൊരു മുന്നത്തെ എൻ്റെ ഷോ എടുത്താലും അറിയാൻ പറ്റും നമുക്ക്, അത്രയും പെർഫെക്ഷൻ ഒരിക്കലും വന്നിട്ടില്ല. അത് എങ്ങനെയോ അത് എനിക്ക് തോന്നുന്നു ക്യാരക്ടർ ആ ഒരു ഇത് വന്ന് സംഭവിച്ചതാണ്, ആ സമയത്ത് സംഭവിച്ചതാണ്. ഫാമിലിയും സൊസൈറ്റിയും സപ്പോർട്ടായിരുന്നോ ഈ ഒരു ഫീൽഡിലേക്ക് ആകുമ്പോൾ? ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലി അത് എല്ലാ അമ്മമാരുടെയും പ്രത്യേകത അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ മൂത്ത മകനാണ് ഞാൻ, അപ്പോൾ എന്തായാലും ജോലിക്ക് ഇറങ്ങണം, അപ്പനില്ല, അപ്പോൾ നമ്മൾ ജോലിക്ക് ഇറങ്ങിയേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വരും. ആ നേരത്തെ അമ്മ അതല്ലേ പറയുള്ളൂ, മോനെ ജോലിക്ക് പോകണം, അല്ലാണ്ട് കളിച്ചിരിച്ച് നടന്ന് നമ്മുടെ കുടുംബം പോവില്ല. ഡാൻസിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണത്. അതൊരിക്കലും റിയാലിറ്റിയിൽ അത് നടക്കില്ല. അത് നാട്ടുകാരായാലും ഇപ്പോൾ അമ്മ പറയാറുണ്ട്, മോനെ അവർ പറയുന്നു ഇവർ പറയുന്നു, മോനെ ജോലിക്ക് പോ, ഇതുകൊണ്ട് അത് നമ്മൾ നാട്ടുകാർ കാണുമ്പോഴും നീ എന്താണ് ചെയ്യുന്നത്, ഞാൻ ഡാൻസ് കൊണ്ട് എന്തെങ്കിലും ആവും, അങ്ങനെ ആ ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഈ സിനിമയിലുടനീളം പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ അത്രയേറെ വിഷമിച്ച് ഈ പറഞ്ഞ ഞാൻ മാത്രമല്ല ഇവരെല്ലാവരും ഡാൻസേഴ്സ് ഇവരോട് ചോദിച്ചാൽ ഞാൻ അവർക്കും ഒരു കഥയുണ്ട് പറയാനായിട്ട്. അപ്പോൾ അവരെല്ലാവരും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഓ നീ ഡാൻസ് കൊണ്ട് എങ്ങനെ. പിന്നെ ഏറ്റവും വലിയൊരു അതൊരു പ്രോബ്ലമായിട്ട് ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം ഒരു റിയാലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും പൈസ ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ആ വേദന നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ ഒരു സ്ക്രീനിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതല്ല, അവിടെ ഒരു കുറേ പഴയ ഡാൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരും ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു ഇതിനെക്കുറിച്ച്, അവരുടെ അവരുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ നമ്മളത് കേട്ടപ്പോൾ നമുക്ക് സെയിം തന്നെയാണ്, ആ ഫീൽ തന്നെ. ഭയങ്കര സന്തോഷമായി. അത് അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ പടം, ഞങ്ങളുടെ പടം. ഒരു പക്ഷേ ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ആവുന്നത് ഈ 80s 90s കാലത്തുണ്ടായിരുന്ന കുട്ടികൾക്കായിരിക്കും അല്ലേ? അതിനകത്തോടൊരു കണക്ട് ചെയ്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, നമ്മൾ സിനിമ കണ്ട് കഴിയണ സമയത്ത് സിബി ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ചക്ക കൊണ്ടുപോകുന്ന സീനുണ്ട് അല്ലേ? അപ്പോൾ എനിക്കത് കണ്ടപ്പം തോന്നിയത് സുല്ലേട്ടൻ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ റൈറ്ററിന്. എനിക്കത് തോന്നിയത് മൈക്കിൾ ജാക്സണും ചക്ക രാഷ്ട്രീയവും അന്ന് പറയുമ്പം സിബി കളിച്ച് അത്രയും കഴിഞ്ഞിട്ടും വീണ്ടും പ്രോഗ്രാം പോകുന്നുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പഴയ കാലത്ത് സാധാരണക്കാരൻ്റെ വീട്ടിൽ സാധാരണക്കാരൻ ടൈം തന്നെ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, ഓക്കെ, എങ്കിലും പറയാണ് സാധാരണ ജനങ്ങളുടെ വീട്ടിൽ കുറച്ച് റേഷനരിയും ചക്കയും ഉണ്ടെങ്കിൽ അത് മതി. എനിക്കതാ ഫീൽ ചെയ്തത്. സിബി അമ്മച്ചിരുന്ന് ചക്ക മേടിച്ചുകൊണ്ട് പോണ സമയത്ത് അത്രയും കഷ്ടമൊക്കെ ആയിരിക്കും. ഇതില് എനിക്ക് അങ്ങനെ തോന്നിയത്. സുരയോട് പറയുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ എടുത്ത് സംസാരിക്കേണ്ടതുണ്ട്. കുറച്ച് പൗഡറൊക്കെ ഇട്, നിന്നെ ഒന്ന് ആളുകൾ കാണട്ടെ എന്ന് പറയുന്ന അതും ഇതുപോലെ തന്നെ ഭയങ്കരമായൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് പല രീതിയിൽ പൊളിറ്റിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ചിലരെല്ലാവരും നേരിട്ടാണ് അപ്ലൈ ചെയ്യണത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സ് നേരിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ സിനിമ പിന്നെ കാണുമ്പോൾ നമ്മൾ അതിനകത്ത് ഞാൻ കുറച്ച് രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ട് അതിനകത്ത്. ഇപ്പം സിബിയുടെ അടുത്ത് ബോഡി പൊളിറ്റിക്സ് പറയുന്ന സമയത്തുള്ള കാര്യങ്ങൾ, പിന്നെ അല്ലാത്ത തന്നെ നമ്മൾ കൂട്ടത്തിൽ തന്നെ സിബീനെ എങ്ങനെയാണ് മൂൺ വാക്ക് ടീം വെൽക്കം ചെയ്യണത്, എങ്ങനെ പല സ്ഥലത്തും നമുക്ക് പല രീതിയിൽ പറഞ്ഞ വിവേചനവും പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഇതൊക്കെ വരുന്ന ആദ്യം ടീമിലേക്ക് കയറാൻ സുരയ്ക്ക് എൻട്രി ഇല്ലായിരുന്നു നിങ്ങളുടെ ടീമിലേക്ക്. പക്ഷെ ഇതിനകത്ത് അവൻ്റെ ആർട്ടാണ് ഒരാളുടെ ഭംഗി എന്ന് പറയുന്നത്. അതെല്ലാവരും ഇതിനകത്ത് വെൽക്കം ചെയ്യുന്നുണ്ട്. ആർട്ട് മാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതി, മതം, രാഷ്ട്രീയം ബാക്കി എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആർട്ടാണ്. ഈ മൂൺ വാക്ക് ടീമും കണ്ടത് ആർട്ട് തന്നെ. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ആർട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു മനുഷ്യനെ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മൂൺ വാക്ക് ഓടട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് മൂൺ വാക്ക്. ഒരുപാട് സന്തോഷവും ഇമോഷണലി ഒരുപാട് വൈകാരിക നിമിഷങ്ങളും തന്നിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ട് ഒന്നുകൂടി ഓർക്കുകയാണ്. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്.